ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്നെ കുറുമ്പീസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തിയുടെയാണ്. കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നല്ലോ. അതിന് രാധയായിട്ട് പൊന്നും രാധകളായിട്ട് രണ്ട് രാധയായിട്ട് പൊന്നൂസും അഭിരാമിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് പിന്നെ നമ്മൾ ഘോഷയാത്ര ശോഭയാത്രയിലുണ്ടായിരുന്നു. അതും പിന്നെ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയില്ലേ മനം കുളിരുന്ന ആളുകളുടെ മനം കവർന്ന പെർഫോമൻസ് അല്ലെങ്കിൽ കോരിത്തിരിച്ചു പോയി എന്നൊക്കെ പറയില്ലേ, എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയണത്. എനിക്കത് കണ്ട് ഭയങ്കര ഇഷ്ടമായി. അതിനകത്ത് ഡാൻസൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാവരും കാണാറുണ്ട്. ഈ ശോഭയാത്രയിലൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോയുടെ ലാസ്റ്റ് അതുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പെർഫോമൻസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കാണുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിന് വോളിയം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാവും. നല്ല രസമുണ്ടാവും കാണാൻ. പക്ഷേ വോളിയം ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഞാനത് കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് തന്നെ ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. വോളിയം ഇടുന്നില്ല. മ്യൂട്ടാക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. എന്നാലും കാണുമ്പോൾ നിങ്ങൾക്കതൊരു മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണേ. അങ്ങനെ ഞങ്ങൾ ഇവരെ ഒരുക്കാൻ വേണ്ടി ഇവിടെ കരോക്കെ കെട്ടിടത്തിൽ വന്നു. അവർ ഇവരെ ഒരുക്കി, നല്ല രീതിയിലൊക്കെ ഒരുക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ലൈൻസിലൊക്കെ നിർത്തി. അവിടുന്ന് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്. വട്ടക്കാവിലോട്ടാണ് പോകുന്നത്. വട്ടക്കാവ് എന്നൊരു അമ്പലമുണ്ട് നമ്മുടെ അടുത്ത്. അങ്ങോട്ടാണ് പോകുന്നത്. അവിടം വരെ ഇവർ പോകുന്നുള്ളൂ. അപ്പുറത്തോട്ട് നമ്മൾ പോകുന്നില്ല. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അപ്പം നമ്മൾ വട്ടക്കാവ് പോയിട്ട് അവിടുന്ന് തിരിച്ചു വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബാക്കിൽ ഞാൻ വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ബാക്കിലാണ് നടന്നത്. അങ്ങനെ നമ്മൾ വട്ടക്കാവിലെത്തി. ഇതാണ് ഞങ്ങളുടെ വട്ടക്കാവ് അമ്പലം. നമ്മുടെ അവിടുന്ന് ഒരു 10-15 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. അവിടുന്ന് വലിയ തിരക്കില്ലെങ്കിലും ഇവിടെ നല്ല ആളുണ്ട് കേട്ടോ. വന്ന ഉടനെ പായസം കിട്ടിയായിരുന്നു. പാലടയായിരുന്നു. എല്ലാവരും പായസമൊക്കെ വാങ്ങിച്ചു കുടിച്ചു. നമ്മുടെ റാലി ഓരോ സ്ഥലത്തുനിന്നും റാലി വന്നിട്ട് ഈ അമ്പലത്തിൽ വന്നിട്ട് പിന്നെ ഇവിടുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു റാലിയായിട്ട് മീനടം റാലിയല്ല ശോഭയാത്രയായിട്ട് മീനടം അമ്പലത്തിലോട്ട് പോവുക ചെയ്യുന്നത്. അവിടെയാണ് അവസാനം. അവിടുന്നാണ് ഉറിയടിയും പരിപാടികളും ബാക്കി കലാപരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഇവിടുന്ന് 2-3 ഡാൻസും പിന്നെ ഞാൻ പറഞ്ഞൊരു പെർഫോമൻസ് ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതും ഉണ്ടാവും. പിന്നെ ഒരു കുറച്ച് പ്രസംഗവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇവിടെ വെച്ചാണ്. പിന്നെ ഈ പിള്ളേരാട്ടോ ഡാൻസ് കളിക്കുന്നത്. ഈ പിള്ളേരും വേറൊരു ടീം, അങ്ങനെ 3 ടീംസാണ് ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഇവിടെ വിളക്ക് കത്തിക്കലും സന്ദേശം വായിക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഇതിനേക്കാളും ആളുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇത്തവണ കുറച്ച് കുറവാണ്. പിന്നെ ഇത് ഭാരതാംബയായിട്ട് ഒരുങ്ങിയിരിക്കുന്നതാണ്. ആ കൊച്ചാണേൽ ഇത് വാങ്ങിച്ചിട്ട് ഇതിനെന്താ പറയണേ? ഈ സാധനം വാങ്ങിച്ചിട്ട് നമ്മുടെ ശോഭയാത്രയുടെ ഫ്രണ്ടിൽ നിൽക്കണേ. ഇതെന്താ പറയണേന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ആ മോളാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 3 ടീംസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ ഡാൻസൊക്കെ കട്ട് ചെയ്തായിരുന്നു. എന്തായാലും നമുക്കിത് ഫുൾ സോങ് ഇട്ടിട്ട് ഇടാൻ പറ്റില്ല. കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് സോങ്ങും കട്ട് ചെയ്തു കേട്ടോ. പക്ഷേ ഇതിനൊക്കെ സോങ് ഉണ്ടെങ്കിൽ നല്ല രസമാണ്. പിള്ളേർ കളിക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. ഇങ്ങനെ നോക്കി നിന്ന് പോവും. എനിക്കല്ലെങ്കിലും പൊതുവേ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പൊന്നു കളിക്കുകയാണെങ്കിലും ഞാൻ പൊന്നിനോട് പറയും എപ്പോഴും ഡാൻസ് കളിക്കണം. അവൾ കളിക്കുന്ന കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ നോക്കി നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ തന്നെ ബെൽ ബട്ടൺ ഞെക്കുക. അപ്പം മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം മറക്കാതെ സബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വലുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും ഇനിയും വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ രീതിയിലും ഞങ്ങൾ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ ഇടാം. അതിന് വേണ്ടി ഞങ്ങൾക്കുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമൻസും ലൈക്കും ആണ്. ഞങ്ങളുടെ ഓരോ വീഡിയോസിനും കിട്ടുന്ന ലൈക്കും കമൻസും കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ കാണാനുള്ളൊരു വീഡിയോ എടുക്കാനുള്ളൊരു
പ്രചോദനം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ട്ടാ. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയും നമുക്കിനി ഇവിടെ ഡാൻസൊക്കെ കാണാം. ഇത് ആദ്യത്തെ ടീമിൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഈ പിള്ളേരുടെയാണ്. എല്ലാത്തിലും കൃഷ്ണൻ്റെ ഗോപികന്മാരും തമ്മിലുള്ള ഡാൻസാണ്. ഒരു ടീമിന് തന്നെ 3 ഡാൻസ് എങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. 3 പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല രസമായിരുന്നു. ഇത് കുറച്ചുകൂടെ വലിയ പിള്ളേരാണ്. ഇവരുടെ തന്നെയായിരുന്നു പെർഫോമൻസും ഉണ്ടായിരുന്നത്. എനിക്ക് ഈ കൃഷ്ണനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം നല്ല നമുക്കറിയാവുന്ന പാട്ടുകളാണ്. കൃഷ്ണൻ രാധ ഡാൻസ് വരുമ്പം സാധാരണയായിട്ട് ഉണ്ടാവുന്ന എല്ലാ പാട്ടുകളും ഉണ്ടല്ലോ. അടിച്ചുപൊളി കൃഷ്ണനും രാധയും ആ ഒരു പാട്ടുകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ 3നും ഉണ്ടായിരുന്നത്. 3 പേർക്കും അങ്ങനത്തെ പാട്ടുകളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായി. ഈ ഡാൻസോട് കൂടെ പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു എനിക്കിഷ്ടപ്പെട്ട ആ ഒരു പെർഫോമൻസ് ഇല്ലേ, അതായിരുന്നു. അതോടെ കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇവിടുന്ന് നേരെ മീനടത്തിനാണ് പോകുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു പൊന്നൂസ് കൃഷ്ണനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മീനടം അമ്പലം വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ രാധയായിട്ടായിരുന്നു. പിന്നെ എനിക്കും വയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വട്ടക്കാവ് വരെ പോയുള്ളൂ. എന്നിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു പെർഫോമൻസ് ഇതാട്ടോ. ഇപ്പോഴത്തെ ആ ഒരു ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നതും കൂടെ അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തതാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അല്ലേ എന്താ സംഭവിക്കണേന്നുള്ളത്? മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര നല്ല ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവർ. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ഇല്ലേ, അതാണ് കാണിക്കുന്നതേ. പക്ഷെ അത് അവർ ആ പിള്ളേരാണേലും അതിൻ്റെ പുറകിലുള്ള ആൾക്കാരാണേലും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അതിൻ്റെ ഐഡിയാസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ദ്രൗപദിയായിട്ട് ആ മോളായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഈ മോള് ദ്രൗപദിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി വന്ന സമയത്ത് എന്നോട് അഭിരാമി പറഞ്ഞു നാഗവല്ലിയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടാന്ന്. അവർക്കറിയില്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കും അപ്പം മനസ്സിലായില്ലായിരുന്നു. നാഗവല്ലി അല്ലാന്നറിയാം. പക്ഷെ എന്താ ഇവരുടെ സ്ക്രിപ്റ്റ് എന്നറിയില്ലായിരുന്നു. പിന്നെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവം ഇതായിരുന്നൂന്ന് മനസ്സിലായത്. ഭയങ്കര ഇഷ്ടമായി എനിക്കിത്. ഞാൻ ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ. പിന്നെ അതൊരു ഭാഗ്യം തന്നെയാട്ടോ. ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയോണ്ട് തന്നെ നമുക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കേണ്ട എന്ത് കണ്ടാലും വീഡിയോ എടുക്കണം, അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ കേറി നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാം ക്ലിയറായിട്ട് എടുക്കാൻ പറ്റി. കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ബാക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ ദൂരെ നിന്നിട്ട് കാണാനൊക്കെ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു ഇതാണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കണം, എല്ലാവരെയും കാണിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ എങ്ങനെ വീഡിയോ എടുക്കാം, വീഡിയോ കറക്റ്റായിട്ട് കിട്ടാവുന്ന രീതിയിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ നിൽക്കും. അപ്പോൾ ഇതായിരുന്നു ആ പെർഫോമൻസ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. നല്ല രസമില്ലായിരുന്നോ? ഭയങ്കര അവരത് ആ ഒരു സെറ്റിങ്സ് ഒക്കെ ചെയ്തതേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൂടെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ ഇവിടെ വന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ മീനടം അമ്പലത്തിലോട്ട് പോവാണ്. ഞങ്ങൾ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിള്ളേരെല്ലാവരും കൂടെ കുറേ കുട്ടിക്കൃഷ്ണന്മാരും കുട്ടിരാധന്മാരെയൊക്കെ നല്ല രസമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ശോഭയാത്രയായിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഇതും കണ്ടിട്ട് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ വട്ടക്കാവ് അമ്പലം കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. വട്ടക്കാവ് അമ്പലമൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം. എനിക്ക് അമ്പലത്തിലോട്ട് ഇതുവരെ പോകാൻ പറ്റിയില്ല. ഇനി ഒരു ദിവസം അമ്പലത്തിനകത്ത് കയറി എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ അമ്പലം നമുക്ക് 2 അമ്പലം ഉണ്ട് ഇവിടെ, വട്ടക്കാവും പഞ്ഞേരി അമ്പലം. ഇതാണ് കേട്ടോ.